പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകുന്ന നല്ല ദൈവത്തിൻ്റെ മുൻപിലായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും ഇന്നത്തെ ജീവിതം. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് തിരുവചനം പങ്കുവയ്ക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ചില വചനങ്ങളാണ്. അതിലെ ഓരോ വചനവും നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്, ഒന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഇത് സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതം, അതിലൂടെ എങ്ങനെ നമുക്ക് ഈ ദൈവവചനം മനസ്സിലാക്കാം, പ്രായോഗികമായി നമുക്കതെങ്ങനെ ഉപയോഗിക്കാം, ഈ തരത്തിൽ നമുക്ക് ഈ വചനത്തെ ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. കേൾക്കുവാൻ നിങ്ങളെയും ഇത് പങ്കുവെക്കാൻ എന്നെയും അവിടുന്ന് സഹായിക്കട്ടെ. മാതാപിതാക്കന്മാരോടുള്ള കടമകളാണ് ഈ 3-ാമത്തെ അധ്യായം മുഴുവൻ പറയുന്നത്. മാതാപിതാക്കന്മാരോട് മക്കൾ കാണിക്കേണ്ട കടമകൾ, അങ്ങനെ ചെയ്താൽ അവർക്ക് എന്തെല്ലാം കിട്ടുമെന്ന് കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുക. 1-ാമത്തെ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവായി എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അനുസരിച്ച് പ്രവർത്തിക്കുവിൻ. പിതാവായ ദൈവം മക്കളെ വിളിക്കുന്നത് പോലെ പ്രഭാഷകൻ പറയുകയാണ്, അപ്പൻ്റെ വാക്കായിട്ട് ഈ ദൈവവചനം കേൾക്കണം, അത് ഗ്രഹിക്കണം. കാരണം അപ്പൻ ഒരിക്കലും മക്കൾക്ക് ദ്രോഹമായിട്ടോ ഭാരമായിട്ടോ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അത് അനുസരിച്ച് പ്രവർത്തിക്കുവിൻ. അപ്പോൾ സുരക്ഷിതരായിരിക്കണം, നിങ്ങൾക്ക് ജീവിതം സുരക്ഷിതമായിരിക്കണം, ആപത്തനർത്ഥങ്ങളും തിന്മകളും നിറയാതെ ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ കൽപ്പന പാലിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. 2-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന്. തനിക്ക് ജന്മം നൽകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ അപ്പൻ, ചുമ്മാതപ്പനായതല്ല. ഒരു ക്രൈസ്തവ കുടുംബജീവിതം തുടങ്ങുന്നത് ബലിപീഠത്തിൽ നിന്നാണ്. ബലിപീഠത്തിൽ ബലിക്ക് മധ്യയാണ് ആശീർവദിക്കപ്പെടുന്നത്. ഈ ആശീർവദിക്കപ്പെട്ട ആ വ്യക്തിത്വങ്ങളെ, അമ്മയും അപ്പനെയും ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ചേർത്ത് നിർത്തി കുടുംബജീവിതമായിട്ട് വിവാഹത്തിലൂടെ ആശീർവദിക്കപ്പെട്ട് അന്ന് തുടങ്ങുന്നു കുടുംബജീവിതത്തിൻ്റെ ബലിജീവിതം. ഭൗതികമായി കുറേ സന്തോഷം തരുന്നു, അതിനപ്പുറമായിട്ട് ഭൗതികമായി കുറേ കിട്ടുന്ന നന്മകൾ പോലെ തന്നെ ആത്മീയമായി ഒരുപാട് നന്മകൾ ലഭിക്കുന്നു. അങ്ങനെ ആ കുടുംബജീവിതം തുടങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ തുടങ്ങുന്നു. പക്ഷേ ജീവിതം മുന്നോട്ട് വരുമ്പോൾ ഇത് അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയുന്നു. പൗലോസ് അതുകൊണ്ട് പറയുന്നുണ്ട്, ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിവാഹ ജീവിതം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. മക്കൾ പിതാവിനെ ബഹുമാനിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ അപ്പനെ ബഹുമാനിക്കാതെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്കത് തടസ്സമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതും മകനും മകൾക്കുമുള്ള കടമകളാണ്. അപ്പന് വലിയ വിദ്യാഭ്യാസമില്ലാത്ത അപ്പനായിരിക്കാം, വലിയ കഴിവോ അങ്ങനെയുള്ള വലിയ പേരോ പ്രശസ്തിയൊന്നും ഇല്ലാത്തൊരപ്പനൊരു പാവപ്പെട്ട അപ്പനാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ പഠിച്ചു മിടുക്കരായി വരുന്ന മക്കൾക്ക് ഈ അപ്പൻ പോരാന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരപ്പൻ്റെ വേദന അറിയണമെങ്കിൽ നീ അപ്പനാകണം, അന്നേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നു, വളരെ സത്യമാണത് കേട്ടോ. അപ്പനായാലേ അപ്പൻ്റെ വേദന എന്താണ്, അപ്പൻ്റെ ജീവിതം എന്താണെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അമ്മയായാലേ അമ്മയുടെ വേദനയും ജീവിതവും എന്താണെന്ന് പഠിക്കത്തുള്ളൂ. എത്ര സത്യമാണ്.
പറയുകയാണ്, മക്കൾ പിതാവിനെ ബഹുമാനിക്കണം. ബഹുമാനമില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ പൊട്ടും, ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. മകൻ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യയുടെ ചിന്ത മുഴുവൻ ഈ ആൾ എൻ്റേത് മാത്രമാണ്, വേറെ ആർക്കും അവകാശമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. അത് ആ കുടുംബജീവിതത്തിൽ ഒത്തിരി കലഹമുണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ മകനാണ്, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന വഴിയെ തന്നെ നടക്കണമെന്നൊരമ്മ ആഗ്രഹിക്കരുത്. വിവാഹം കഴിയുമ്പോൾ അവരെ അവരുടെ വഴിക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ വിടുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിചരണവും സഹായവും സംരക്ഷണവും ഒക്കെ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ അവനൊരു ഭാര്യയുണ്ട്, അവനൊരു കുടുംബജീവിതമുണ്ട്. അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ എൻ്റെ മകനാണെന്ന അവകാശത്തോടെ ഏതെങ്കിലും അമ്മ മകനോട് ചേർന്ന് നിന്ന് കലഹമുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മകൻ്റെ കുടുംബജീവിതം കുളമായി പോകും. ഒരിക്കലും അങ്ങനെ ആകരുത്. എൻ്റെ ഒരു പരിചയക്കാരൻ, അവൻ്റെ വീട്ടിലെന്നും കലഹമാണ്. ഭാര്യ പറയുന്നു ഇയാൾ എൻ്റേത് മാത്രമാണ്. അമ്മ പറയുന്നു ഇവനെ പെറ്റു വളർത്തിയ ഞാനായതുകൊണ്ട് എനിക്ക് അവകാശമുണ്ട്. ഭാര്യയും അമ്മയും കൂടെ മുട്ടനടി. ഒരു തരത്തിൽ എന്നോട് അവൻ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പൊന്നു ബ്രദറെ സഹിക്കാൻ പറ്റുന്നില്ല, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഭാര്യയെ വിളിച്ചിരുത്തി രണ്ടുപേരെ അപ്പുറം ഇപ്പുറം ഇരുത്തണം. ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വിളിക്കുക, രണ്ടുപേരും കേൾക്കത്തക്കനെ നീ ഉറക്കെ സംസാരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ മകനായിട്ട് എൻ്റെ അമ്മയുടെ കൂടെയും ഭർത്താവായിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെയും ജീവിക്കണമെങ്കിൽ എനിക്ക് സമാധാനമില്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട ഗതികേട് എനിക്കുണ്ടാകും. ഏതായാലും അതിനുശേഷം അവരെ കുറച്ചുകൂടെയൊക്കെ മയപ്പെട്ടു, കുറച്ചുകൂടെ സമാധാനം കിട്ടിയെന്ന് അവൻ എന്നോട് പറഞ്ഞു. മൂന്നാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. മക്കളായി ജനിച്ച് ജീവിച്ച് വളർന്നു വരുമ്പോൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ കുറേ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ മാനുഷിക ജീവിതത്തിൽ സഹജമാണ്, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുമ്പസാരത്തിലൂടെ അതിന് നമുക്ക് പരിഹാരം, അനുതാപത്തോടെയുള്ള കുമ്പസാരത്തിലൂടെ നമുക്ക് ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ അതിന് പരിഹാരം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുക, മൂന്നാമത്തെ വചനം പറഞ്ഞിരിക്കുക, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. ശരിക്കും പ്രായശ്ചിത്തം പിതാവിനോടുള്ള കടമ നിറവേറ്റിക്കൊണ്ടാകട്ടെ. അങ്ങനെയല്ലെങ്കിൽ സ്വസ്ഥതയും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകില്ല. നാലാമത്തെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. സമ്പാദ്യം കൂട്ടിവെക്കാനായിട്ട് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യ, നിൻ്റെ ഓട്ടക്കൈയിൽ വീഴുന്ന കാശ് ചോർന്നു പോകുന്നു. എവിടെയൊക്കെയോ നിനക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നഷ്ടമുണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ പ്രഭാഷകൻ പറയുക, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അത് ഭൗതികമായി പണമോ പേരോ അങ്ങനെയുള്ളത് മാത്രമല്ല, ദൈവാനുഗ്രഹത്തിൻ്റെ നിക്ഷേപവും കൂട്ടിവെക്കുകയാണെന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. അഞ്ചാമത്തെ വചനം പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അപ്പനെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ, അനുസരിച്ചാൽ നിൻ്റെ മക്കൾ നിന്നെ അനുസരിക്കും. ഇത് അപ്പനെ അനുസരിക്കാതെ പോയിട്ട് നിൻ്റെ മക്കളെ നീ നന്നാക്കാൻ ഒരുങ്ങിയാൽ ഉറപ്പായിട്ടും അത് സാധ്യമാകുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. കാരണം നീ അപ്പനെ അനുസരിക്കുമ്പോൾ നിന്നിലുണ്ടാകുന്നൊരു വിധേയത്വവും സ്നേഹവും ഒക്കെ മക്കൾ കണ്ടുകൊണ്ടാണ് വളരുന്നത്. അപ്പം അതുകൊണ്ട് ആ മക്കൾക്ക് നിന്നെ സ്നേഹിക്കാനുള്ള കൃപ കിട്ടും. ആറാമത്തെ വചനം പറയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും, കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ്. നീ പിതാവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ആ ദീർഘായുസോടുകൂടി നിൻ്റെ മക്കളുടെ കൂടെ ഈ ലോകത്ത് സ്വസ്ഥവും സമാധാനവുമായിട്ട് ജീവിക്കാൻ പറ്റും. എന്തു ചെയ്യണം? പിതാവിനെ ബഹുമാനിക്കുന്നവനായിരിക്കണം. ഇനി
കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും. ഒരാൾക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാണ്, അമ്മയെ ഒരു തരത്തിലും അനുസരിക്കില്ല, ബഹുമാനിക്കില്ല, വേണ്ടത് ചെയ്തു കൊടുക്കില്ല. അങ്ങനെ വരുന്നിടത്തെല്ലാം കുഴപ്പമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുക. ഇനിയും കൂടുതൽ ദൈവസ്നേഹത്തോടെ മാതാപിതാക്കളെ സ്നേഹിക്കുക. 7-ാമത്തെ വചനം പറയുന്നു, ദാസനെ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. ദാസന്മാരുടെ പ്രത്യേകത എന്താ? അവൻ്റെ മുതലാളി പറയുന്ന, അവൻ്റെ യജമാനൻ പറയുന്നത് എന്തും അനുസരിക്കും. അമ്മ പറയുന്നതെല്ലാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. പക്ഷേ വിവേകത്തോടെ ആയിരിക്കണം. കുടുംബജീവിതം തുടങ്ങിയ നിൻ്റെ ജീവിതത്തിൽ അമ്മ വാശി പിടിച്ച് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ അമ്മയോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ അത്രയൊന്നും പറ്റത്തില്ല, അമ്മ എനിക്ക് ഇന്ന കാര്യം കൂടി ചെയ്യണ്ടേ, അമ്മയുടെ പുറകെ തന്നെ ഞാൻ നടന്നാൽ അവളെ കൂടി നോക്കണ്ടേ, അവൾ എന്നെ വിശ്വസിച്ചല്ലേ ജീവിക്കുന്നത്. സ്നേഹത്തോടെയുള്ള നിൻ്റെ മറുപടി നിൻ്റെ അമ്മയ്ക്ക് പോലും മാനസാന്തരമുണ്ടാകും. 8-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. അപ്പൻ്റെ മുന്നിൽ ജീവിതം പറയുകയാണ്, പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും. ബൈബിളിൽ 2 മക്കളെ പറ്റി പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ പോയടാ എന്ന് പറഞ്ഞപ്പോൾ പോകാമെന്ന് ഒരുത്തൻ പറഞ്ഞു. രണ്ടാമത്തവനോട് പറഞ്ഞു ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പോകാമെന്ന് പറഞ്ഞവൻ പോയുമില്ല, പോകത്തില്ല എന്ന് പറഞ്ഞവൻ പോവുകയും ചെയ്തു. ഇങ്ങനെ ദൈവവചനത്തിലൊരു കാഴ്ചയുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. അപ്പനോട് പോകാമെന്ന് പറഞ്ഞാൽ പോകാമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ബുദ്ധിമുട്ട് നിൻ്റെ അപ്പനോട്, അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അപ്പൻ പറഞ്ഞ വഴിക്ക് എനിക്കിപ്പോൾ പോകാനൊക്കത്തില്ല, ഞാൻ അപ്പൻ പറയുന്നത് പോലെ ചെയ്യാം, അപ്പോൾ എനിക്കിപ്പോൾ ഇച്ചിരി സമയം വേണം എന്ന് നിനക്ക് മനസ്സ് തുറന്ന് പറയാൻ സാധിക്കുമെങ്കിൽ പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും നീ ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. അങ്ങനെ ഒരു വലിയ ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ. അപ്പനെ അനുസരിച്ചും ബഹുമാനിച്ചും ഒക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നമ്മളറിയാതെ നമ്മുടെ ശിരസിന് മുകളിൽ ഉണ്ടായിരിക്കും. 9-ാമത്തെ വചനം പറയുക, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. ശങ്കർ സിമെൻറ്റ് കൊണ്ട് കെട്ടുന്ന ഭൗതിക കെട്ടിടം ഉറച്ചു നിൽക്കുമെന്ന് അവരുടെ ഒരു പരസ്യമുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ക്യൂർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒത്തിരി കാലം അത് കേടുകൂടാതെ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന നിൻ്റെ കുടുംബജീവിതം ബലവത്താകണമെങ്കിൽ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. കെട്ടിടമല്ല, കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന നിൻ്റെ കുടുംബജീവിതം വളരെ മനോഹരമായിട്ട് ബലമുള്ളതാക്കി തീർക്കും. അമ്മയുടെ ശാപം അതിൻ്റെ അടിത്തറ ഇളക്കും എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു പെരയുടെ അടിത്തറ മാന്തിയാൽ, ഫൗണ്ടേഷൻ ഇളക്കിയാൽ പോയി തലയും കുത്തി താഴെ വീഴും. ഇതുപോലെയാണ് അമ്മയുടെ ശാപം വാങ്ങിക്കരുത്. ചിലപ്പോൾ അമ്മയോട് പിണങ്ങിയെന്ന് വരാം, മനുഷ്യരല്ലേ, ദേഷ്യപ്പെട്ടെന്നൊക്കെ വരാം, അതൊക്കെ സ്വാഭാവികമായ കാര്യം. അപ്പോൾ ഒരു ശാപം വാങ്ങിക്കുന്നത് പോലെ നിന്നെ പെറ്റത് എൻ്റെ ശാപമാണെന്നൊരമ്മ പറഞ്ഞാൽ, അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നാൽ, അമ്മയെ സ്നേഹിക്കാതിരുന്നാൽ, അമ്മയെ ഉപേക്ഷിച്ചാൽ, അമ്മയെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഭാര്യയുടെ വാക്ക് കേട്ട് വീട് വിട്ടിറക്കി വിടുന്ന ഈ കാലഘട്ടത്തിൽ നിൻ്റെ അമ്മയെ നീ ഇറക്കിയാൽ നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഇളകിപ്പോകും. നീ എന്തെല്ലാം ഉണ്ടാക്കിയാലും, നീ എത്ര വലിയവരായാലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ കുടുംബജീവിതം തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ ഓരോ വചനങ്ങളിലും കൃത്യമായി പറഞ്ഞിരിക്കുക, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കും. 10-ാമത്തെ വചനം പറയുകയാണ്, മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. ഞാൻ എൻ്റെ അപ്പനേക്കാൾ വിദ്യാഭ്യാസമുള്ളവനാണ്, കഴിവുള്ളവനാണ്, പേരുള്ളവനാണ്, പ്രശസ്തിയുള്ളവനാണ്, അപ്പനൊന്നും ഉണ്ടാക്കിയില്ല, ഞാനാണ് എല്ലാം ഉണ്ടാക്കിയത്. ആ ഒരു ചിന്തയോടുകൂടി അപ്പനെ അപമാനിക്കരുത്. അത് അപമാനം അപ്പന്. എനിക്കറിയാവുന്നൊരു മകനുണ്ട്. ആ മകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പൻ കള്ളും കുടിച്ച് കാശെല്ലാം ഉപയോഗിച്ച് കുടുംബത്തിൻ്റെ സകല മുതലും നഷ്ടപ്പെട്ടു. ആ മകൻ പട്ടാളക്കാരനായിരുന്നു.
അവസാനം കുടുംബം ആകപ്പാട് ദരിദ്രമായി. അവൻ പട്ടാളത്തിലൊക്കെ കയറി. പട്ടാളത്തിൽ കുറേ നാൾ ജോലി ചെയ്തിട്ട് തിരികെ വന്നപ്പോൾ അവന് കിട്ടിയ അവസാനത്തെ പണമെല്ലാം മുടക്കി അവന് ഒരു വീട് വാങ്ങിച്ചു. ആ വീട് വാങ്ങിച്ചിട്ട് അപ്പൻ്റെ പേരിലാണ് അവൻ ആധാരം എഴുതിയത്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പം എന്നോട് പറയണ്ട, എൻ്റെ അപ്പൻ നശിപ്പിച്ചതാണ്. അപ്പൻ ഇപ്പോൾ അതിനകത്ത് ഒത്തിരി വിഷമമുണ്ട്. അപ്പൻ്റെ വിഷമത്തിൽ അപ്പൻ ഒരു വലിയ ആശ്വാസമാണ് ഞാൻ അപ്പൻ്റെ പേരിൽ. അപ്പൻ എന്നോട് പറഞ്ഞില്ലടാ നിൻ്റെ പേരിൽ എഴുതിക്കോ. ഞാൻ പറഞ്ഞു ഇല്ലപ്പാ, എൻ്റെ അപ്പൻ്റെ പേരിലാണ് ഇതിരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്, വാങ്ങിയ വീടും സ്ഥലവും കൂടെ അപ്പൻ്റെ പേരിൽ ആധാരം എഴുതി കൊടുത്തു. അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞിടാ, ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മണ്ടത്തരമൊക്കെ പറ്റി, അതുകൊണ്ടാണ് ഉണ്ടായിരുന്ന മുതലെല്ലാം പോയത്. ഏതായാലും നീ എൻ്റെ പേര് നിലനിർത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അവന് ഉമ്മ കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ വഴിയായി തകർന്നു പോയെങ്കിലും മക്കൾ വഴിയായി പടുത്തുയർത്താമെങ്കിൽ എന്തുമാത്രം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കും, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. എത്ര മനോഹരമായിട്ട് ഞാൻ പറയട്ടെ, ലോകത്ത് വേറൊരു പുസ്തകങ്ങളിൽ ഇതുപോലെ വ്യക്തമായി, ശക്തമായി, ലളിതമായി മനുഷ്യജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി കുടുംബജീവിതത്തെയും മാതാപിതാക്കളെയും സ്നേഹിക്കണമെന്ന് പറയുന്ന വേറെ ഏത് പുസ്തകമാണ് ഉള്ളത്? എനിക്കറിയില്ല കേട്ടോ, ഉണ്ടാകാമായിരിക്കാം. പിതാവിനെ ബഹുമാനിച്ചാൽ മഹത്വം ആർജിക്കും, അമ്മയെ അനാദരിച്ചാൽ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിലും സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാകരുത്. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാകരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. നീ എത്ര വലിയ പുള്ളിയായാലും നിൻ്റെ അപ്പനെ നിന്ദിക്കരുത്. അറിവോ കഴിവോ ആരോഗ്യമോ സൗന്ദര്യമോ വിവേകമോ ഒക്കെ കുറവായിരിക്കാം, എങ്കിലും ഒരിക്കലും അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടാൻ അത് ഉപകരിക്കും. കുമ്പസാരത്തിലൂടെ പാപം മോചിക്കപ്പെടുമ്പോൾ പരിഹാര ജീവിതമായി മാതാപിതാക്കളെ നീ സ്നേഹിച്ചാൽ നിൻ്റെ ജീവിതം വലിയ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെതുമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളുടെ കടം വീട്ടാൻ 14-ാമത്തെ വചനം പറയുന്നത്, പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കഷ്ടതയുടെ കാലത്ത് അപ്പൻ്റെ സ്നേഹം, നീ അപ്പനോട് കാണിച്ച സ്നേഹം കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിൻ്റെ പാപങ്ങൾ മാഞ്ഞുപോകും. ഓ, എത്ര മനോഹരമാണ്! എന്തോ ഒരു വലിയ പ്രതിഫലമാണ്. നീ എത്ര പഴച്ചവനാണെങ്കിൽ പോലും നിൻ്റെ മാതാവൻ, നിൻ്റെ അപ്പനോട് നീ സ്നേഹത്തോടെ കരുണയോടെയൊക്കെ പ്രവർത്തിച്ചാൽ, നിൻ്റെ അമ്മയോട് സ്നേഹത്തോടെ കരുണയോടെയൊക്കെ പ്രവർത്തിച്ചാൽ, സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞ് മാറുന്നത് പോലെ പാപം മാറി നിനക്ക് വിശുദ്ധിയിലേക്കും നന്മയിലേക്കും കൃപയിലേക്കും വളരാൻ പറ്റുമെന്നാണ് ഇവിടെ പ്രഭാഷകൻ പറയുന്നത്. 16-ാമത്തെ വചനം പറയുന്നു, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. ഈ 16 വചനങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരുപാട് അറിവും ജ്ഞാനവും കിട്ടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടുന്ന ദൈവിക വിവേകം നൽകും. നമുക്ക് ഒത്തിരി അനുഗ്രഹത്തിൻ്റെ മകനും മകളുമായി ജീവിക്കാം. ഇന്നോളം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടാൻ പറ്റും. സ്വസ്ഥതയും സമാധാനത്തോടെയും ഉള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈ 16 വചനങ്ങൾ, 16-ാമത്തെ വചനം, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. അമ്മയെ വിഷമിപ്പിച്ചിട്ട് ഗുണം പിടിക്കാത്തവനെ, ഗുണം പിടിപ്പിക്കാത്തവളെ എന്ന് പറയിക്കരുത്. അഥവാ അങ്ങനെ എന്തെങ്കിലും ദേഷ്യത്തിനോ സങ്കടത്തിനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോടൊന്ന് മാപ്പ് പറഞ്ഞ് ഇനിയുള്ള കാലം അപ്പനെയും അമ്മയും സ്നേഹിച്ച് ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പാത്രമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ. ഈ തിരുവചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ ഇടുകയാണ്. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇടുക. ഞാൻ കുഞ്ഞുമോൻ പുന്നപ്ര.